നമ്മളെ കുട്ടികളൊക്കെ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. കുട്ടികൾ ഫിസിക്കലി ക്ലാസ്സിലുണ്ടായിരുന്നു, പക്ഷേ മെൻ്റലി ദേ ആർ ഔട്ട് ഓഫ് മൈൻഡ്. ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് പോയി, പക്ഷെ കുട്ടികൾ പകുതി കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. കോവിഡ് കാലത്തിന് ശേഷം അവർ സ്കൂളിലേക്ക് തിരിച്ചു പോയി. എന്ത് പറ്റി? അവിടെ ഗ്യാപ്പ് വീണു. 2 വർഷത്തെ സ്കൂളിൽ പോയി. ടീച്ചേഴ്സ് പുതിയ അധ്യയന വർഷം തുടങ്ങി, പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് ആ 2 വർഷത്തെ കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ടീച്ചറെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അവിടെ പഠനം ബുദ്ധിമുട്ട് വന്നു. ആ സമയത്താണ് പാരൻസ് ആ സിറ്റുവേഷനെ പഠന വൈകല്യമായി തെറ്റിദ്ധരിച്ചത്. പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടല്ല, പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് കൃത്യമായി പഠിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും ബ്രെയിൻ തരുന്ന മെസ്സേജ് പ്രകാരമാണ്. അവിടെ പഠിക്കേണ്ട സമയത്ത് കുട്ടിക്ക് ബ്രെയിന് പ്രോപ്പറായിട്ട് മെസ്സേജ് കൊടുക്കുന്നില്ല. കുട്ടീൻ്റെ IQ ആയാലും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ കുട്ടി സ്മാർട്ടായിരിക്കും, പക്ഷെ പഠിക്കേണ്ട കാര്യത്തിലെത്തുമ്പോൾ മാത്രമായിരിക്കും കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അതാണ് പഠന വൈകല്യം. ലേണിംഗ് ഡിസബിലിറ്റി 3 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ഗ്രാഫിയ. ഗ്രാഫ്, ദാറ്റ് ഇസ് റൈറ്റിംഗ് പ്രോബ്ലം. കുട്ടിക്ക് പഠിക്കാനും ആൻസേഴ്സ് പറയാനും എളുപ്പമായിരിക്കും, പക്ഷേ എഴുതേണ്ട അടുത്ത് എത്തുമ്പോൾ കുട്ടിക്ക് പ്രോപ്പറായി എഴുതാൻ കഴിയില്ല. ബ്രെയിൻ കുട്ടിക്ക് കൃത്യമായ മെസ്സേജസ് കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെങ്ങനെ എഴുതുക? 2 സ്ലാൻഡിങ് ലൈനും 1 സ്ലീപ്പിംഗ് ലൈനാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ ഡിസ്ഗ്രാഫിയുള്ള കുട്ടി എഴുതാൻ തുടങ്ങുമ്പം കൃത്യമായി ബ്രെയിൻ മെസ്സേജ് കൊടുക്കണം, പക്ഷെ അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ കുട്ടിക്ക് എഴുതാൻ ബുദ്ധിമുട്ടും. അതാണ് ഡിസ്ഗ്രാഫിയ. വേറൊരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ, വായനയിൽ ബുദ്ധിമുട്ട്. കുട്ടിക്ക് ലെറ്റേഴ്സ് പറക്കുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ചില വേർഡ്സിനെ മിസ്പ്രൊനൗൺസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, B എന്നുള്ള ലെറ്റർ കുട്ടി D ആയി പ്രൊനൗൺസ് ചെയ്യും, M-നെ W ആയി പ്രൊനൗൺസ് ചെയ്യും. ഇതാണ് ഡിസ്ലെക്സിയൻ്റെ സിംറ്റംസ്. പിന്നെ കുട്ടി ഇങ്ങനെ ചിലപ്പോൾ വായിക്കും, അങ്ങനെ സ്പീഡിൽ വായിക്കും, ഒരു സ്റ്റോപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മീനിങ് മനസ്സിലാവില്ല. അത് വേറൊരു സിംറ്റം. അടുത്ത ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്കാൽക്കുലിയ. ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. ഡിസ്കാൽക്കുലിയ. യെസ്, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു മാത്സ്. ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടിക്ക് നമ്പർ കോൺസെപ്റ്റ് മനസ്സിലാവില്ല, ടൈമിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവില്ല, പിന്നെ വേർഡ് പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് 3 ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് ഉചിതമായ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ IEP ഫോളോ ചെയ്യുക. IEP എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ദാറ്റ് ഈസ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷനും IEP ആണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം കുട്ടീനെ ഫ്രീ ആയി അസസ് ചെയ്യും. എവിടെയാണ് കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്, ഏത് എഴുതാനാണോ വായിക്കാനാണോ മാത്സിലാണോ ബുദ്ധിമുട്ട് മനസ്സിലാക്കും. എന്നിട്ട് റെമഡിയൽ ടീച്ചർ, അതായത് ആ കുട്ടിക്ക് ഏത് ടീച്ചറെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആ ടീച്ചർ കൃത്യമായി ക്ലാസ്സസ് കൊടുക്കും. അങ്ങനെ 2 മാസം കൊണ്ട് നമ്മളുടെ കുട്ടീൻ്റെ പഠന വൈകല്യം മാറ്റി തരുന്നതായിരിക്കും. താങ്ക് യു.